സീറോ മലബാർ കമ്മ്യൂണിറ്റി എല്ലാ വർഷവും നടത്തിവരാറുള്ള മരിയൻ തീർത്ഥാടനം ഈ വർഷവും മരീഭക്തിയുടെ നിറവിൽ 28-ന് നടക്കും. ഐൻസീലഡിലെ ദിവ്യബലിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികനും അപ്പസ്തോലിക് വിസിറ്റേറ്റർമാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് സഹകാർമ്മികനും ആയിരിക്കും. ഐൻസീഡലിൽ 1:30 മണിക്ക് കൊന്ത നമസ്കാരത്തോടുകൂടി ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾ 4 മണിക്ക് സമാപിക്കും. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനവും നടക്കും. സ്വിറ്റ്സർലൻഡിലെ സീറോ മലബാർ അജപാലന ശുശ്രൂഷയിലുള്ള വൈദികരും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകുമെന്ന് നാഷണൽ കോർഡിനേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ തയ്യിൽ അറിയിച്ചു. സൂറിച്ചിന് തെക്കുവശത്തായി 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഐൻസീഡൽ ദേവാലയം. യൂറോപ്പിലെ ഏറ്റവും പുരാതനമായ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണിത്. 9-ാം നൂറ്റാണ്ടിലാണ് ദേവാലയം സ്ഥാപിതമായതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. സന്യാസ ജീവിതം നയിച്ചിരുന്ന വിശുദ്ധ മെയിൻറാഡ് ഇവിടെ ഒരു സന്യാസാശ്രമം സ്ഥാപിക്കുകയും പരിശുദ്ധ അമ്മയുടെ തടിയിൽ തീർത്ത തിരുസ്വരൂപം കൊണ്ടുവരികയും ചെയ്തിരുന്നു അത്രേ. അതേ വർഷം അദ്ദേഹം 2 വഴി യാത്രക്കാരെ തന്റെ വീട്ടിൽ അതിഥികളായി സ്വീകരിച്ചു. എന്നാൽ അവർ ക്രൂരന്മാരായ കവർച്ചക്കാരായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണുമെന്ന് കരുതി അവർ അദ്ദേഹത്തെ വധിച്ച ശേഷം ആശ്രമത്തിലുടനീളം പരതി നോക്കി. എന്നാൽ ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 940-ൽ ചില ബെനഡിക്റ്റൻ സന്യാസിനിമാർ ഈ സന്യാസാശ്രമത്തിൽ വരികയും മാതാവിന്റെ തിരുസ്വരൂപം സൂക്ഷിച്ച മുറി ചെറിയൊരു ദേവാലയമാക്കി മാറ്റുകയും ചെയ്തു. 948 സെപ്റ്റംബർ 14-ന് ദേവാലയ പ്രതിഷ്ഠ നടത്താനിരിക്കെ 2 ബിഷപ്പുമാർ അൾത്താരയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അൾത്താരയിൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും അകമ്പടിയോടെ ക്രിസ്തു നിൽക്കുന്നതായി കാണപ്പെട്ടു അത്രേ. തുടർന്ന് ബിഷപ്പുമാരിൽ ഒരാൾ പള്ളി പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മാലാഖ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തലേദിവസം രാത്രി ക്രിസ്തു ദേവാലയം പ്രതിഷ്ഠിച്ചതായി അറിയിച്ചു. അതിന്റെ ഓർമ്മയാചരിക്കുന്ന സെപ്റ്റംബർ 14 ഇപ്പോൾ അവർ ലേഡി ഓഫ് ഐൻസീഡലിന്റെ തിരുനാളും ഗ്രാമത്തിലെ വലിയ ആഘോഷ ദിവസവുമാണ്.